എല്ലാവർക്കും നമസ്കാരം. ആഫ്റ്റർ കെയറിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. റെഡ് ലൈറ്റ്, സ്കാൽപ് സ്റ്റീമർ എന്നീ ഹൈ ഫ്രീക്വൻസി അപ്ലയൻസസുകളാണ് കോസ്മെറ്റോളജി ഹെയർ ട്രീറ്റ്മെൻറ്റുകളിൽ പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത്. ഇത് ഹെയർ ലോസ്, ഡാൻഡ്രഫ്, സോറിയാസിസ് എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. എന്നിരുന്നാലും ഈ ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷം വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ട്രീറ്റ്മെൻറ്റ് ലോങ് ലാസ്റ്റിംഗ് ആകും. ഈ വീഡിയോയിൽ ഹെയർ ആൻഡ് സ്കാൽപ് പ്രൊസീജിയറുകൾക്ക് വേണ്ടിയുള്ള ആഫ്റ്റർ കെയർ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഹൈ ഫ്രീക്വൻസി ഹെയർ ട്രീറ്റ്മെൻറ്റുകളിൽ സ്കാൽപ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ വേണ്ടി ഇലക്ട്രിക് കറണ്ട് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇലക്ട്രിക് കറണ്ട് സിബം ഉൽപ്പാദിപ്പിക്കാനും സ്കാൽപ്പിലെ ഓയിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുവാനും സഹായിക്കുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് ഉപകാരപ്രദമാണെന്നതിനോടൊപ്പം തന്നെ സ്കാൽപ് ഡ്രൈനസും ഇറിറ്റേഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാകുന്നത് തടയുവാൻ വേണ്ടി ക്ലയൻറ്റിനോട് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുക. അവരുടെ ഹെയറിന് അനുയോജ്യമായ ഒരു മൈൽഡ് ഷാംപൂവും കണ്ടീഷണറും ഉപയോഗിക്കുക. ഇത് സ്കാൽപ്പിനെ പോഷകപ്പെടുത്തുകയും ഇറിറ്റേഷൻ കുറയ്ക്കുകയും മുടി ഹെൽത്തിയായി നിലനിർത്തുകയും ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള 2 ദിവസം സ്റ്റൈലിംഗ് പ്രൊസീജിയറുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇത് സ്കാൽപ്പിന് ഹീൽ ചെയ്യാനുള്ള സമയം കൊടുക്കുകയും ഹെയർ ഡാമേജ് തടയുകയും ചെയ്യുന്നു. സ്കാൽപ്പ് സെൻസിറ്റീവ് ആകുന്നതിനാൽ വെയിലത്തിറങ്ങാതിരിക്കുക. ഹാറ്റോ, സ്കാർഫോ, SPF കണ്ടീഷണറോ ഓൾട്ടർനേറ്റീവായി ഉപയോഗിക്കുക. റെഡ് ലൈറ്റ് എന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ലൈറ്റ് ഉപയോഗിച്ച് മുടിയുടെ ഫോളിക്കൽ സ്റ്റിമുലേറ്റ് ചെയ്യുവാനും വളർച്ചയുണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഒരു തരം ഫോട്ടോ ബയോ മോഡുലേഷൻ ആകുന്നു. ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുമെങ്കിലും ചുരുക്കം ചില പ്രധാനപ്പെട്ട ആഫ്റ്റർ കെയർ സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റെഡ് ലൈറ്റ് തെറാപ്പിയുടെ ആദ്യത്തെ ആഫ്റ്റർ കെയർ സ്റ്റെപ്പ് എന്നത് 24 മണിക്കൂർ ശേഷം മാത്രമേ ഹെയർ വാഷ് ചെയ്യാൻ പാടുകയുള്ളൂ എന്നതാണ്. റെഡ് ലൈറ്റ് തെറാപ്പിയുടെ ആദ്യത്തെ ആഫ്റ്റർ കെയർ സ്റ്റെപ്പ് എന്നത് 24 മണിക്കൂറിന് ശേഷം മാത്രമേ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ്. കാരണം വെളിച്ചം മുടിയുടെ ഫോളിക്കിൾസിന്റെ അകത്തു ചെന്നാൽ കൂടുതൽ ഹെയർ ബ്രേക്കേജിന് സാധ്യത ഉണ്ടാക്കുന്നു. മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും സ്റ്റൈലിംഗ് പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. ഇത് ഹെയർ സെറ്റിംഗ് ചെയ്യാനും ലൈറ്റ് തെറാപ്പി വളരെയധികം എഫക്റ്റീവായി എന്ന് ഉറപ്പുവരുത്താനും സഹായിക്കുന്നു. ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഉൽപ്പന്നമാണ് ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ 48 മണിക്കൂറിന് ശേഷം മാത്രം ചെയ്യുക. ഒരു ഡീപ്പ് കണ്ടീഷണറും ട്രീറ്റ്മെൻറ്റിന് ശേഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയും കുറച്ചു നേരം അപ്ലൈ ചെയ്ത് നിൽക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇത് മുടിയെ മോയ്സ്ചറൈസ് ചെയ്യുകയും മുടിയുടെ കരുത്തിന് ആരോഗ്യത്തിനും ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഒരു ഡീപ്പ് കണ്ടീഷണറും ട്രീറ്റ്മെൻറ്റിന് ശേഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചു നേരം അപ്ലൈ ചെയ്ത് നിൽക്കുവാനും ശ്രദ്ധിക്കുക. ഇത് മുടിയെ മോയ്സ്ചറൈസ് ചെയ്യുകയും മുടിയുടെ കരുത്തും ആരോഗ്യത്തിനും ഉറപ്പു നൽകുകയും ചെയ്യുന്നു. എക്സ്ട്രീം കാലാവസ്ഥയിൽ സ്കാൽപ് കാണിക്കാതിരിക്കുക. കോസ്മെറ്റോളജിയിലെ സ്കാൽപ് സ്റ്റീമർ ട്രീറ്റ്മെൻറ്റിനായി ഇതാ കുറച്ച് ടിപ്പുകൾ. സ്കാൽപ് മോയ്സ്ചറൈസ് ചെയ്യുക. സ്കാൽപ് സ്റ്റീമർ ട്രീറ്റ്മെൻറ്റിന് ശേഷം ബ്രിട്ടിലാകാനും ചാൻസ് ഉണ്ട്. ഇതൊഴിവാക്കാൻ ഒരു മോയ്സ്ചറൈസിംഗ് ഷാംപൂവും കണ്ടീഷണറും ട്രീറ്റ്മെൻറ്റിന് ശേഷം ഉപയോഗിക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ട്രീറ്റ്മെൻറ്റ് മൂലം നഷ്ടപ്പെട്ട നാച്ചുറൽ ഓയിൽ വീണ്ടെടുക്കാൻ സഹായിക്കുകയും സ്കാൽപ് ഹൈഡ്രേറ്റ് ആകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കുക. ഒരു സ്കാൽപ് സ്റ്റീമർ മൂലം അടിഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് ബിൽഡപ്പോ ബാക്ടീരിയയോ മൂലം ഫോളിക്കൽസ് അടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ഫോളിക്കൽസ് വൃത്തിയാക്കാനും ബിൽഡ് ഒഴിവാക്കാനും ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് സ്കാൽപ്പിനെ ഹെൽത്തിയും ക്ലിയറുമാക്കാൻ സഹായിക്കുന്നു. ഹീറ്റ് സ്റ്റൈലിംഗ് ഒഴിവാക്കുക. ഹീറ്റ് സ്റ്റൈലിംഗ് ചെയ്യുന്നത് സ്കാൽപ്പിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും സ്റ്റീം ട്രീറ്റ്മെൻറ്റിന് ശേഷം. ഈ ചൂട് കാരണം സ്കാൽപ്പിനെ ഡ്രൈ ആക്കാനും കൂടുതൽ ഇറിറ്റേഷൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു. സ്കാൽപ്പിനെ സംരക്ഷിക്കാൻ
ട്രീറ്റ്മെൻറ്റിനു ശേഷമുള്ള ഒരാഴ്ചയെങ്കിലും ഹോട്ട് ടൂൾസുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഹാർഷ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. സ്കാൽപ്പ് ട്രീറ്റ്മെൻറ്റിനു ശേഷം ഹാർഷ് പ്രോഡക്ട്സ് ഒന്നും സ്കാൽപ്പിൽ ഉപയോഗിക്കാതിരിക്കുക. സൾഫേറ്റ്, പാരബൻ, ആൽക്കഹോൾ അടങ്ങിയ പ്രോഡക്ട്സ് ആണ് ഒഴിവാക്കേണ്ടത്. ഇത് സ്കാൽപ്പിനെ കൂടുതൽ ഡ്രൈ ആക്കുകയും ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഇവയെല്ലാമാകുന്നു. ഒരുപാട് ക്ലയൻറ്റിന് ആഫ്റ്റർ കെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് അറിയില്ല. ശരിയായ സ്റ്റെപ്പുകൾ പിന്തുടരാത്തതിനാൽ ഉണ്ടാവുന്ന റിസൾട്ടുകൾ എന്തൊക്കെയാണെന്ന് അറിയാതെ പോകുന്നു. അതിനാൽ ഒരു എസ്തെറ്റീഷ്യൻ്റെ കടമയാണ് ആഫ്റ്റർ കെയർ എന്തൊക്കെയാണെന്നുള്ളത് ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കുക എന്നത്. ഓരോ ഹെയർ ട്രീറ്റ്മെൻറ്റിനും വ്യത്യസ്തമായ ആഫ്റ്റർ കെയർ ആണ് ഉള്ളത്. എന്തൊക്കെയാണ് ആഫ്റ്റർ കെയർ എന്നുള്ളത് ക്ലയൻറ്റിന് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കുകയും വേണം. കണ്ടതിന് നന്ദി.